7 വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്ർ. നമ്മളെല്ലാവരും ചൊല്ലാൻ അറിയുന്ന ഒരു ദിക്റാണ്. എന്നാൽ ഈ ഒരു ചെറിയ ദിക്ർ ചൊല്ലിയാൽ ഇത്ര നേട്ടങ്ങളുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമായ ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അവരുടെ വലിയ ആഗ്രഹങ്ങൾ പോലും സഫലീകരിച്ചു കിട്ടും. ഈ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ളൊരു നേട്ടമായി മഹാന്മാർ പറഞ്ഞത് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ തീർന്നു കിട്ടുമെന്നാണ്. ജീവിതത്തിലെ മുഴുവൻ കഷ്ടപ്പാടുകളും തീർന്നു കിട്ടാൻ ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ മതിയെന്ന്. ദിക്ർ കേൾക്കുമ്പോൾ വിചാരിക്കും സുബ്ഹാനല്ലാഹ്, ഈ ഒരു ദിക്ർ ആയിരുന്നു, ഇത്ര ശ്രേഷ്ഠത ഉണ്ടായിരുന്നു എന്ന്. വീഡിയോ മുഴുവനായി നമുക്കൊന്ന് കേട്ടു നോക്കാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകളൊക്കെ മാപ്പ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, ശാരീരികമായ പ്രയാസങ്ങളുണ്ടാകും. ഇത് രണ്ടുമല്ല, മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാകും, കുടുംബപരമായി വഴക്കിൽ കഴിയുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ. എന്നാൽ പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തവരുണ്ടാകും, ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടാവും, സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ജീവിതമാകുമ്പോൾ ഇത് രണ്ടും ഉണ്ട്, സമാധാനം ഉണ്ടാവും, സമാധാനക്കേടും ഉണ്ടാവും. ഇനി സമാധാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? തീർച്ചയായിട്ടും ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊന്ന് ചെയ്താൽ മതി, നമ്മളൊന്ന് കണ്ടെത്തിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നൊരു ദിക്ർ പറഞ്ഞുതരാം. മഹാന്മാരായ അമ്പിയാക്കൾ ഏറ്റെടുത്ത് ചൊല്ലിയിരുന്ന, മഹാനായ യൂനുസ് ബിൻ മത്ത അലൈഹിസ്സലാം ചൊല്ലിയിരുന്ന, നമുക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്താ ആ ദിക്ർ ഞങ്ങൾക്കറിയാമല്ലോ, പിന്നെന്തിനാണ് അത് പറയുന്നത്? തീർച്ചയായിട്ടും ആ ദിക്ർ അറിയാം, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ദിക്റാണ്. എന്നാൽ 7ഓളം വരുന്ന വലിയ അനുഗ്രഹങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക്, ഈ ഒരു ദുആ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. 7 വലിയ അനുഗ്രഹങ്ങൾ. ഇൻഷാ അല്ലാഹ് ആ അനുഗ്രഹങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഏതാണ് ആ 7? അതിൽ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങാൻ ഈ ഒരു ദിക്ർ സഹായിക്കും. എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ കഷ്ടപ്പാടുകളും അള്ളാഹു നീക്കിത്തരും, അത് ഉറപ്പാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ യൂനുസ് നബി ആണല്ലോ. യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം കേട്ടിട്ടില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായം ദീനിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അവർ വിളി കേൾക്കാത്തതിൻ്റെ പേരിൽ മറ്റൊരു നാട്ടിലേക്ക് പോകാമെന്ന് കരുതി കപ്പൽ യാത്രയിൽ അവിടുന്ന് സഞ്ചരിക്കുന്നതിനിടയിൽ കപ്പൽ വല്ലാതെ ആടി ഉലയുകയും ആ കാലഘട്ടത്തിലെ ചില തീരുമാനപ്രകാരം ആ കപ്പലിൽ നിന്നും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിലേക്ക് എടുത്തിടേണ്ട അവസ്ഥയൊക്കെ വരികയുണ്ടായി. വിശാലമായ ചരിത്രമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ കടലിലേക്ക് ഇട്ട സമയത്ത് ഒരു മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങി. ആ വിഴുങ്ങിയ മത്സ്യത്തെ മറ്റൊരു മത്സ്യം വിഴുങ്ങുകയും ചെയ്തു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങിയ ഒരു മത്സ്യം അതിനെ മറ്റൊരു മത്സ്യം എന്ത് ചെയ്തു? വിഴുങ്ങി. അങ്ങനെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്ത് ചെയ്തു? ആ മത്സ്യം പോയി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞത് ദുലുമാത്തിലാണ്, ഇരുട്ടറകളിലായിരുന്നു എന്ന. ഒന്ന് മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഇരുട്ട്, അതിനപ്പുറത്ത് മറ്റൊരു മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഇരുട്ട്, പിന്നെ സമുദ്രത്തിൻ്റെ ആഴത്തിലുള്ള ഇരുട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇരുട്ടറയിൽ കഴിഞ്ഞ, പ്രതിസന്ധിയിൽ കഴിഞ്ഞ, എന്ത് ചെയ്യാനാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കി. അവിടെ നിന്നും രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു പരിഹാര മാർഗ്ഗമാണ് ഈ ഒരു ദിക്ർ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിക്ർ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസുൻ. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലാകാലം ഖിയാമത്ത് നാൾ വരെ എവിടെ കിടന്നേനെ? ആ സമുദ്രത്തിൻ്റെ അടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞു പോയേനെ. അവിടുന്ന് രക്ഷപ്പെടുത്തിയത്, ഈ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് എന്തിലാണ്? ഈ ഒരു ദിക്ർ ചൊല്ലിയതിൻ്റെ പേരിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഈ ഒരു നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാടുകളും തീർന്നു കിട്ടാൻ ഈ ഒരു ദിക്ർ മതിയെന്ന്. രണ്ടാമത്തെ കാര്യം കാണാം, നമ്മളുടെ ഏത് വലിയ ആവശ്യങ്ങളും നിറവേറി കിട്ടാൻ ഈ ഒരു ദിക്ർ കാരണമായി തീരും. പക്ഷേ ചൊല്ലേണ്ട എണ്ണവും രൂപമൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഹാജത്തുകൾ നിറവേറി കിട്ടാൻ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ മതി. ഇനി കഷ്ടകാലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാം. നമ്മുടെ ചിലപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും എന്ത് ചെയ്യുക, ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, ഒരു ഇടങ്ങേറ്, ചില സന്ദർഭങ്ങളിൽ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഈ ഒരു ദിക്ർ എന്ത് ചെയ്യും, ഉപകരിക്കും. നാലാമത് കാണാം, മനസ്സിൽ ശാന്തിയും സമാധാനവും സക്കീനത്തുണ്ടാകാൻ ഈ ഒരു ദിക്ർ ചൊല്ലൽ മതിയാവും.
അഞ്ചാമതായി കാണാം അള്ളാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ ദുആകളെയും സ്വീകരിക്കാൻ കാരണമായി തീരും. നമ്മൾ ചെയ്യുന്ന ദുആകൾ മുഴുവൻ സ്വീകരിക്കാൻ കാരണമായി തീരും. ആറാമതായി വലിയൊരു നേട്ടം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ കടബാധ്യതകൾ തീർന്നു കിട്ടാൻ കാരണമായി തീരും. എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ശരി, അത് തീർന്നു കിട്ടാൻ ഈ ഒരു ദിക്ർ അധികരിപ്പിക്കൽ കാരണമായി തീരും. ഏഴാമതായി കാണാം നല്ല ജീവിതം, അതായത് സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സക്കീനത്തുള്ള, ഐശ്വര്യമുള്ള ജീവിതം ലഭിക്കാൻ കാരണമായി തീരും. 7ഓളം വരുന്ന വമ്പൻ നേട്ടങ്ങൾ പറയും. ഇത് കൂടാതെ ഒരുപാട് നേട്ടങ്ങൾ വേറെയും പറയുന്നുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ് ഈ പറഞ്ഞത് മുഴുവൻ. സമാധാനം ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, കടങ്ങൾ തീർന്നു കിട്ടണം, രോഗങ്ങൾ മാറണം, ബുദ്ധിമുട്ടുകൾ മാറണം. ഇങ്ങനെ സ്വസ്ഥതയുള്ള, സമാധാനമുള്ള ജീവിതം ലഭിക്കാൻ ഈ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലണം. ഇനി എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത്? പറ്റുന്ന ആളുകൾ, കഴിയുന്ന ആളുകൾ തഹജ്ജുദിൻ്റെ സമയത്ത് ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക. തഹജ്ജുദിൻ്റെ സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു ദിക്ർ ചൊല്ലാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ദിക്ർ ചൊല്ലാൻ ആ സമയം തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല എങ്കിൽ മഗ്രിബിന് ശേഷം ഇശാ മഗ്രിബിനിടയിലുള്ള സമയത്ത് ചൊല്ലാൻ സമയം കിട്ടിയാൽ ഈ ഒരു ദിക്ർ ചൊല്ലാൻ സമയം തിരഞ്ഞെടുക്കാം. ആരെങ്കിലും ഒരാൾ ഇശാ മഗ്രിബിനിടയിലോ തഹജ്ജുദിൻ്റെ സമയത്തോ ഈ ഒരു ദിക്ർ 100 തവണ 41 ദിവസം തുടർച്ചയായി പതിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേട്ടങ്ങൾ മുഴുവൻ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്കൊക്കെ ചൊല്ലാൻ വളരെ എളുപ്പമുള്ള, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ കാരണമായി തീരുന്ന അത്ഭുത ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പതിവാക്കിക്കോളി. ഇന്നത്തെ ദിവസവും രാത്രിയും അതുപോലെ ഇന്നത്തെ പകലുകളും ഇന്നത്തെ സമയങ്ങളൊക്കെ വലിയ പ്രിയപ്പെട്ട മഹത്വമുള്ള സമയങ്ങളാണ്. വരുന്ന ദിവസങ്ങളൊന്നും പാഴാക്കി കളയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പതിവാക്കണേ. അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പ്രശ്നപരിഹാരത്തിന് വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കുകയാണെങ്കിൽ മറുപടി പറയാൻ വലിയ നമുക്ക് സഹായമായി തീരും. അല്ലെങ്കിൽ വലിയ പ്രയാസമുണ്ടാകും ചിലപ്പോൾ കോള് അറ്റൻഡ് ചെയ്യാനൊക്കെ. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.